ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു തന്നെ നഴ്സറിയിൽ നിന്ന് എടുത്തിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പം അവനാണെങ്കിൽ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പാണ്. പക്ഷെ അവന് മനസ്സിലായി വീട്ടിലേക്കല്ല പോകുന്നതെന്ന്. അതുകൊണ്ട് അതിൻ്റെ സന്തോഷമാണ് ആ കാണുന്നത്. ഈ തുള്ളിച്ചാടി പോകുന്നത് ഒരു കണ്ണട മാറ്റാനാണ്. കഴിഞ്ഞ 1.5 മാസം കൊണ്ട് അവൻ്റെ കണ്ണട വയ്ക്കണമെന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. ആ 1.5 മാസം കൊണ്ട് അവൻ കണ്ണട വയ്ക്കുന്നുണ്ട്. ഈ 1.5 മാസത്തിനിടയ്ക്ക് അവൻ ആ കണ്ണട ഒരു 7 പ്രാവശ്യം ഒടിച്ചു. 7ാമത്തെ പ്രാവശ്യം 2 പ്രാവശ്യം കണ്ണട പുതിയത് മാറ്റി തന്നു. പിന്നെയും കണ്ണട നന്നാക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഈ കണ്ണട മാറ്റാൻ നമുക്ക് വേറെ പിള്ളേർ ഉപയോഗിക്കുന്ന ഒരു റബ്ബർ ടൈപ്പ് കണ്ണടയുണ്ട്, അത് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ണട വെച്ചു. അതിൻ്റെ ഒരു 1-2 ടൈപ്പ് അവർ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇതവന് ഓക്കെ ആയിരുന്നു. വേറെണ്ണം വെച്ച് കൊടുത്തപ്പം അത് അവന് ചെറുതായിരുന്നു. അപ്പോൾ ഇനി ഈ കണ്ണട അവന് സ്യൂട്ടാണോ എന്ന് അറിഞ്ഞിട്ട് വേണം. ഇനി നാളെ അവനൊരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അവരും കൂടി ചെക്ക് ചെയ്ത് ഈ കണ്ണട അവൻ ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് അവരിനി അത് എന്താ പറയുക, അതിൻ്റെ ലെൻസൊക്കെ മാറ്റി അവൻ്റെ ലെൻസ് ഇട്ട് കൊടുക്കത്തുള്ളൂ. സാറ് കണ്ണാടിയിൽ പോയി ചെക്ക് ചെയ്യുന്നതാണ് അത് അവന് ഓക്കെ ആണോ. അത് കണ്ടപ്പോൾ അവൻ പറയുന്നുണ്ട് ലൈക്ക് ഗൂഗിൾസും. അവൻ ആ കണ്ണട കണ്ട് ഗോഗിൾസായിട്ടാണ് തോന്നിയത് അത്രേ. അങ്ങനെ കണ്ണടയുടെ നാളത്തെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കൊടുത്ത് നമ്മൾ വന്നത് ഷോപ്പിങ്ങിനാണ്. ഇവിടെ ഒരു രസകരമായൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവന് കുറച്ച് ഡോണറ്റ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഈ ഗാർലിക് ബ്രെഡ് വാങ്ങിച്ചു. പിന്നെ അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വരെ മുടി വെട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ അവന് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞിട്ടിരുന്ന് കരയുന്നതാണ് ആ കാണുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് അത്യാവശ്യം പിടിച്ച സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അവൻ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. സിദ്ധു പറയുന്നുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഐസ്ക്രീമൊന്നും ഇല്ല എന്ന്. കഴിഞ്ഞ് ഹെയർ കട്ടിന് ചെന്ന് കഴിഞ്ഞപ്പം അവന് റൊണാൾഡോ പോലത്തെ ഹെയർ കട്ട്. അവൻ ഭയങ്കര റൊണാൾഡോ ഫാനാണ്. ഇപ്പോൾ ഈ എന്താ പറയുക, ഫുട്ബോൾ തുടങ്ങിയ പിന്നെ അങ്ങനെ അവൻ റൊണാൾഡോ പോലത്തെ ഹെയർ കട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്തതാണ്. പക്ഷെ അവൻ റൊണാൾഡോയുടെ ഹെയർ കട്ട് ചെയ്ത് അന്ന് തന്നെ റൊണാൾഡോ പൊട്ടുകയും ചെയ്ത് ഫുട്ബോളിൽ നിന്ന് ഔട്ടാവുകയും ചെയ്ത്. ഇവിടെ ഭയങ്കര വിഷമമായിരുന്നു റൊണാൾഡോ പൊട്ടിയെന്ന്. റൊണാൾഡോയോട് സോറിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കളി കഴിഞ്ഞപ്പം. അത് കഴിഞ്ഞ് സിദ്ധുവിൻ്റെ മുടിയും വെട്ടി നമ്മൾ